ഹായ് ഗൈസ്, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. സ്പോൺസർ വീഡിയോ അല്ല. എഡ്യൂക്കേഷൻ ആൻഡ് റിവ്യൂൽ പർപ്പസ് മാത്രമാണ്. വീഡിയോ ശ്രദ്ധിച്ചു കാണുക. ഹേ ഗൈസ്, നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് ടെലിഗ്രാം ബാൻ ആയിരുന്നു ഇപ്പോൾ. അപ്പൊ ഈ ടെലിഗ്രാം പെർമനന്റ് ബാൻ ആണോ ടെമ്പററി ബാൻ ആണോ? അത് മാത്രമല്ല, ഈ VPN യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെലിഗ്രാം യൂസ് ചെയ്യാൻ പറ്റുമെന്നും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ടെലിഗ്രാമിൽ തന്നെ പ്രൊട്സി എന്ന് പറയുന്ന ജസ്റ്റ് ഒരു VPN കൂടെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്താന്ന് പിന്നെ അത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ട് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. നേരെ വൈകിട്ട് പോകാം. ഗൈസ്, ആദ്യം തന്നെ പറയാം, ഇതൊരു പെർമനന്റ് ബാൻ അല്ല, ടെമ്പററി ആയിട്ടുള്ള ബാൻ ആണ്. ഇപ്പൊ 16-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെയുള്ള ഈ ബാൻ, അത് കഴിഞ്ഞ് നമുക്ക് നോർമലായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാല് നീറ്റ് എക്സാം നടക്കുന്നുണ്ട്. ജസ്റ്റ് അതിനെക്കുറിച്ച് അതിനെ ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ടെലിഗ്രാം കുറച്ച് നാളത്തേക്ക് ബാൻ ആക്കി കിട്ടുന്നേ ഉള്ളൂ, അല്ലാതെ പെർമനന്റ് ആയിട്ട് ബാൻ ആയിട്ടില്ല. ഇന്ത്യയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആര് കയറിയാലും VPN ഇല്ലാതെ കയറിയാൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനേ പറ്റത്തില്ല. ജസ്റ്റ് കണക്ടിങ്ങിനൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പം അതിന് നമ്മൾ VPN യൂസ് ആയി എന്തൊരു ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ഇത് ടെമ്പററി ആയിട്ട് നടക്കുന്നതാണ്, പെർമനന്റ് അല്ല. അത് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ജസ്റ്റ് കുറച്ചാൾ കഴിയുമ്പോൾ ജസ്റ്റ് നോർമൽ ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, ഇപ്പൊ നമ്മൾ കയറി ആക്സസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് മെസ്സേജ് അയക്കാൻ ഒന്നും പറ്റത്തില്ല ടെലിഗ്രാമില്. അപ്പൊ VPN യൂസ് ആയി കഴിഞ്ഞാൽ പറ്റുമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ VPN എന്താന്ന് വെച്ചാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ്. മീൻസ് നിങ്ങൾ ഒരു IP അഡ്രസ്, നിങ്ങൾക്ക് തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു IP അഡ്രസ് ഉണ്ട്. ഓക്കെ, ആ IP അഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു IP അഡ്രസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ടെലിഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറൊരു VPN സർവറായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ടെലിഗ്രാമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് VPN യൂസ് ആയി കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തു നിന്നുള്ള കണക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ടെലിഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ VPN കുറിച്ച് പറയാനായിട്ട്. പിന്നെ IP അഡ്രസ്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള IP അഡ്രസ് ഹൈഡ് ആയിരിക്കും. പിന്നെ പ്രൈവസി കൂടുമെന്ന് ചോദിച്ചാൽ പ്രൈവസി കുറവായിരിക്കും. എല്ലാ VPN ആപ്പ് എടുത്താലും പ്രൈവസി കുറവായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റിസ്ക് ഉണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. VPN എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നോർമലായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണെങ്കിൽ പ്രോട്ടോൺ VPN എന്ന് പറഞ്ഞ സാധനമുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം, ലോഗോ കൊടുത്തേക്കാം. അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം നോർമലായിട്ട് തന്നെ യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്യാൻ പറ്റും. അത് കണക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളിടത്ത് മാത്രം. ഇപ്പം ബ്ലോക്കഡ് ആയിട്ടുള്ള സൈറ്റ് ആപ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് കൂടുന്നതായിരിക്കും, സെക്യൂരിറ്റി കുറവായിരിക്കും. അപ്പം മാക്സിമം ടെലിഗ്രാം യൂസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി. VPN ജസ്റ്റ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഒത്തിരി നാളെ യൂസ് ചെയ്യാതെ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ VPN യൂസ് ആക്കാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിനകത്താണെങ്കിൽ ടെലിഗ്രാമിൽ നമുക്ക് കുറച്ച് ആളുകൾ ഇടും. ഒരു 6 ദിവസം കാര്യമുള്ളൂ. 6 ദിവസം നിങ്ങൾ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ VPN ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നോർമലായിട്ട് ടെലിഗ്രാമിൻ്റെ പ്രൊസി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അത് ഞാൻ പറയാം. അപ്പോൾ ടെലിഗ്രാം പ്രൊസി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് നിങ്ങൾ ടെലിഗ്രാമിൽ തന്നെയുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇത് ടെലിഗ്രാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു സർവർ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാം സർവറുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് പ്രൊസി എന്ന് പറഞ്ഞ സർവർ കണക്ട് ചെയ്തിട്ട് ടെലിഗ്രാമായിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു VPN കൂടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക, കണക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. വെരിഫൈഡ് ആണ്, സ്കാം ഒന്നുമല്ല. ജസ്റ്റ് മീൻസ് നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് ഇത് ഓൺ ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ സെക്ഷൻ ഉണ്ട്. അവിടെ പോയി ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ കുറച്ച് സെറ്റിംഗ്സ് സെക്ഷൻ ഉണ്ട്. അവിടെ എടുത്ത് നോക്കിയാൽ മതി. അവിടെ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ലേ, അവിടെ എൻ്റർ ചെയ്താലും മതി. ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താലും മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അത് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ടെലിഗ്രാം പ്രൊസി എന്ന് പറയുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫ് ആണ്. കാരണം ഒത്തിരി സേഫ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു 100% ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു VPN ആപ്പ് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. ടെലിഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ടെലിഗ്രാം തന്നെ ആഡ് ചെയ്തുകൊണ്ട് അത്ര ഇഷ്യൂ വരാൻ ചാൻസ് കുറവാണ്. നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ടെലിഗ്രാം ജസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് എന്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പറയുവാണെങ്കിൽ VPN നോക്കി യൂസ് ചെയ്യാനും പറ്റും. ഒരു 6 ദിവസത്തെ കാര്യമുള്ളൂ. 6 ദിവസം വേണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് VPN വേണ്ട ജസ്റ്റ് കുറച്ചാണ് 6 ദിവസം കഴിഞ്ഞ് റെഡി ആവുന്നതായിരിക്കും കേട്ടോ ഈ ടെലിഗ്രാം തന്നെ. അപ്പോൾ 22-ാം തീയതി കഴിഞ്ഞാൽ നോർമലായിട്ട് ടെലിഗ്രാം യൂസ് ചെയ്യാം. വേണ്ടവർ മാത്രം VPN എടുക്കുക, അല്ലാതായിട്ട് ടെലിഗ്രാം പ്രൊസി എന്ന് പറഞ്ഞ സാധനം എടുത്താലും മതി. അപ്പോൾ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി കുറേ പേരോട് ചോദിച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടോ, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അപ്പം ഞാൻ VPN യൂസ് ചെയ്യുന്നുണ്ട്, 2 യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതൊരു ഇഷ്യൂ വന്നിട്ടില്ല. ഞാൻ 1 വീക്കായിട്ട് മീൻസ് 1 വീക്ക് അല്ല 1 മന്തായിട്ട് ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയൊക്കെ പ്രോട്ടോൺ എന്ന് പറഞ്ഞ ഈ VPN ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് എനിക്കിതിലായിട്ട് ഇഷ്യൂ വന്നിട്ടില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എൻ്റെ എപ്പോഴാണ്. ഓക്കെ, ബൈ.